നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നുവോ അതിൽ സന്തോഷവും സംതൃപ്തിയും വേണം. എന്നാൽ നമ്മുടെ പ്രവൃത്തി 100% പെർഫെക്റ്റായി. അത് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മാൾ പണിയാണെങ്കിൽ ആ മാളിൻ്റെ ഓരോ വശവും ഞാൻ വന്ന് നോക്കി എനിക്ക് സന്തോഷം വേണം, സംതൃപ്തിയും വേണം. സംതൃപ്തി ഇല്ലെങ്കിൽ ആ മാൾ ഓപ്പൺ ചെയ്യിക്കില്ല. അത്രയും സമയം ഡിലേ ചെയ്ത് എന്താണത് ശരിയല്ലാത്തത് ശരിയാക്കിയിട്ടേ പോയിട്ടുള്ളൂ. ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്ന് പഠിച്ച ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. വീണ്ടും ഞാൻ പറയുന്നു, ഇത് ചെയ്യുന്നത് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ലോകത്തെമ്പാടുമുണ്ട്. അവരൊക്കെ ഇതേമാതിരി പാവപ്പെട്ടവരെയും അവശരെയും നോക്കാനുള്ള ചുമതലയും ബാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടിവിയുടെ മുന്നിൽ വെച്ച് ഇത് കൊടുക്കുന്നത്. അതും പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തും സഹോദരനുമായ SK നിർബന്ധിച്ചത് കൊണ്ട്. അതുകൂടാതെ ദൈവത്തിൻ്റെ മുന്നിലല്ലാതെ ആർക്കും തലകുനിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവനാണ്. അതാണ് ഞാൻ അവരെ എൻ്റെ തണ്ടലിന് ഭയങ്കരമായിട്ട് വേദന വന്നവരെ പിടിച്ച് പൊക്കിയപ്പോൾ. കാരണം എൻ്റെ തണ്ടലിന് ചെറിയൊരു പ്രശ്നം ഹെലികോപ്റ്റർ ക്രാഷിന് ശേഷമുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്തായാലും 25 പേർ കൂടി വീടുകൾ കിട്ടുന്ന ഒരു സംഭവമാണ്. വളരെ സന്തോഷം. മാത്രമല്ല എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഈ നമ്മുടെ ഈ 4 ലക്ഷം എന്നുള്ള ഒരു നമ്പർ ഇങ്ങനെ കുറയുന്നു. അങ്ങയുടെ ഈ മഹാമനസ്കതയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മാത്രമല്ല ഞങ്ങളൊക്കെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ 100% കേരളത്തിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊരു പ്രേരണയാകട്ടെ എന്നുള്ള ഒരു രഹസ്യ സ്വഭാവത്തിനുണ്ട്. ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരട്ടെ, ശ്രീ യൂസഫ് അലി ഇത് ചെയ്തു, അതുകൊണ്ട് ഞാനും കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് ആളുകൾ തയ്യാറായി മുന്നോട്ട് വരട്ടെ. പിന്നെ എനിക്ക് അങ്ങയുടെ ഒരു പരിചയപ്പെടുത്തൽ നടത്താനുണ്ട്. എൻ്റെ നാട് കൊട്ടാരക്കര താലൂക്കിലാണ്. അവിടെ കുന്നിക്കോട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ PA തങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. പഴയ ഒരു ചലച്ചിത്ര നിർമ്മാതാവൊക്കെ അത് കുറേ മാന്ത്രിക പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഷബീർ കോയ തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഷബീർ കോയ തങ്ങൾ നമ്മൾ ഒരേ കാലം കോളേജിൽ പഠിച്ചാണ്, കൊല്ലം SN കോളേജിലൊക്കെ പഠിച്ചാണ്. അപ്പോൾ എൻ്റെ ഈ കാരുണ്യ പദ്ധതികൾക്കൊക്കെ പ്രേരണ നൽകിയ സുഹൃത്തുക്കളിൽ ഒരാൾ ഷബീർ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നല്ല, അപ്രതീക്ഷിതമായിരുന്നു ചാടി. ഷബീർ താങ്ക് യു. ഷബീർ ഒന്ന് ഞെട്ടി കാണുമല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഞെട്ടലൊക്കെ വേണമല്ലോ ജീവിതത്തിൽ. അപ്പോൾ എന്തായാലും വളരെ ഒരു പക്ഷേ അങ്ങ് എനിക്ക് തോന്നുന്നു അങ്ങ് അദ്ദേഹത്തിന് ഫ്ലൈറ്റൊക്കെ റെഡിയായി നിൽക്കുക. എന്നാലും അബുദാബിക്കല്ലേ പോകുമ്പോൾ നേരെ അബുദാബി. എയർപോർട്ട് ഏതാ നമ്മളിറങ്ങാൻ പോകുന്ന എയർപോർട്ട്? അബുദാബിയിൽ ബുട്ടീൻ പ്രൈവറ്റ് എയർപോർട്ട്. മനസ്സിലായോന്നറിയില്ല. അബുദാബി രാജാവിൻ്റെ എയർപോർട്ടാണത്. ആ എയർപോർട്ടിൽ ഇറങ്ങാൻ അപൂർവ ഭാഗ്യം കിട്ടുന്ന ഇന്ത്യയിലെ തന്നെ ഏക ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഏക മലയാളി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വിശ്വ പൗരനായിട്ട് ശ്രീ യൂസഫ് അലി വളർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. കാരണം എന്നോട് ഒരാളിങ്ങനെ അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറയെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു MA യൂസഫ് അലി ഉണ്ടാവൂ. കാരണം ഇനിയുള്ള കാലം ഇങ്ങനെയൊരു മനുഷ്യൻ, നമ്മൾ അദ്ദേഹം നിർത്തിക്കൊണ്ട് പറയുന്നതല്ല, നമ്മളറിയുന്നതിലും എത്രയോ ആകാശം മുട്ടേ അദ്ദേഹം വളർന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വേരുകളും അദ്ദേഹത്തിൻ്റെ കാലുകളും നാട്ടികയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. സാക്ഷാൽ റൂളർ അദ്ദേഹത്തിൻ്റെ ലുലുമാൾ സന്ദർശിച്ചിരുന്നു. അതും സാധാരണ നമ്മളൊക്കെ ലുലുമാളിക്കാരെന്നല്ലോ രാജാവ് ലുലുമാളിക്കാർ. പ്രോട്ടോക്കോൾ തന്നെ അതിന് പ്രേരിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ചായിരിക്കാം അത് ഒരുപക്ഷെ ലുലുമാളിലെത്തിയത്. ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും അങ്ങയുടെ സവിധത്തിലെത്തട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കുറേ വീടുകളും ഉണ്ടാകട്ടെ. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പ്രഗത്ഭനായ അറബിക്കവി പറഞ്ഞു, വഖുശൂഇൻ വഖുദൂഇൻ, സന്തോഷവും സംതൃപ്തിയും വേണം. സന്തോഷം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സംതൃപ്തി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നുവോ അതിൽ സന്തോഷവും സംതൃപ്തിയും വേണം. എന്നാൽ നമ്മുടെ പ്രവൃത്തി 100% പെർഫെക്റ്റായി. അത് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മാൾ പണിയാണെങ്കിൽ ആ മാളിൻ്റെ ഓരോ വശവും ഞാൻ വന്ന് നോക്കി എനിക്ക് സന്തോഷം വേണം, സംതൃപ്തിയും വേണം. സംതൃപ്തി ഇല്ലെങ്കിൽ ആ മാൾ ഓപ്പൺ ചെയ്യിക്കില്ല. അത്രയും സമയം ഡിലേ ചെയ്ത് എന്താണത് ശരിയല്ലാത്തത് ശരിയാക്കിയിട്ടേ പോയിട്ടുള്ളൂ. അതേമാതിരി ഓരോ വീടും പോയി നോക്കി ആ വീട്ടിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് തിരുത്തി നമ്മുടെ സഹപ്രവർത്തകരോട് പറഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുക. നമ്മൾ ഇക്കണ്ട നാളും നമ്മൾക്ക് വേണ്ടി ജീവിച്ചു. എൻ്റെ ഭാര്യയുണ്ട്, എനിക്ക് 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളും കല്യാണം കഴിച്ചു. നമ്മളുടെ ഭാര്യമാരൊക്കെ നമ്മളെല്ലാം നോക്കണം. അപ്പോൾ എൻ്റെ മരുമക്കൾ
വളരെ അധ്വാനികളും വളരെ ബുദ്ധിയുള്ളവരുമാണ്. അവരെൻ്റെ മക്കളെ 3 നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇന്ന് 16 മണിക്കൂർ മുതൽ 15 മണി, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം 17 മണിക്കൂർ ജോലി ചെയ്യും. കാരണം ഹോർമൂസിൻ്റെ പ്രശ്നം, സാധനങ്ങൾ എത്തായിക, പല പോർട്ടിൻ്റെ പ്രശ്നങ്ങൾ, എയർ ഫ്ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ, യുദ്ധത്തിൻ്റെ കെടുതി, അതിനൊക്കെ എന്നിരുന്നാലും ഞാൻ വർക്ക് ചെയ്യും 16 മണിക്കൂർ 17 മണിക്കൂർ. അത് എന്തിനാണെന്നറിയോ? എൻ്റെ കൂടെ 82,000 ആളുകളുണ്ട്. അവർക്ക് അവരുടെ ചുമതലയും ബാധ്യതയും ശമ്പളം കൊടുക്കണം കറക്റ്റായിട്ട്. കൊറോണ സമയത്തും ഒരു ദിവസം വൈകാതെ ഞാൻ ശമ്പളം കൊടുത്തു. ബാങ്കിൽ നിന്ന് കാശ് കടം മേടിച്ച് ശമ്പളം കൊടുത്തു. കാരണം നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ സഹപ്രവർത്തകരെ നോക്കേണ്ട ചുമതല നമ്മുടേതാണ്. ഞാനിത് പറഞ്ഞു തരുന്നത് യങ് എൻ്റർപ്രണേഴ്സാണിത്. ഞാൻ ക്ലാസ് എടുക്കുന്ന മാതിരിയാണ് പുള്ളിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അധ്വാനിക്കുക. അപ്പോൾ എന്നോട് പലരും ചോദിക്കുക എന്നാ റിട്ടയർ ചെയ്യാന്ന്. ഞാൻ പറയും എന്താണ് റിട്ടയർമെൻറ്റ് ടു ഖബർ. റിട്ടയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? 10 ഫോൺ വന്നില്ലെങ്കിൽ നമുക്കപ്പോൾ ഭ്രാന്ത് വരും. അല്ലേ എസ് കെക്ക് ഷൂട്ടിംഗ് നടന്നിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ബിക്കോസ് ഈ ഈസ് എ വെരി ലേണഡ് ജേർണലിസ്റ്റ്. ആ അറിവ് അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കണ്ടേ. താങ്ക് യു വെരി മച്ച്. എന്തായാലും അങ്ങ് നമ്മളെ വിശ്വസ്തയോടെ ഏൽപ്പിച്ച ഒരു ജോലി നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ 10 വീടുകൾ ലഭിച്ച 10 പേരും 100% ഇതിന് അർഹരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ വീടുകൾ ലഭിക്കാൻ വേണ്ടി പല ആൾക്കാരും പിന്നാമ്പുറങ്ങളിലൊക്കെ വന്ന് അന്വേഷണമൊക്കെ നടത്തും. പക്ഷേ അവരെ ഒന്നും നമ്മൾ പരിഗണിച്ചിട്ടില്ല. തീർത്തും യോഗ്യതയുള്ളവർ, ദുരിതം അനുഭവിക്കുന്നവർക്കും ബോധ്യപ്പെട്ട 10 കുടുംബങ്ങൾക്കാണ്